ഇപ്പോൾ രാവിലെ ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു പോക്ക ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് എൻ്റെ വാടക വീടെന്ന് പറഞ്ഞ ചാനലിലാണ് കേട്ടോ ഞാനിത് കാണുന്നത്. അപ്പം അന്നോട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും അത് വാങ്ങിച്ചതുകൊണ്ട് ഇങ്ങനെ കത്തിച്ചൊക്കെ വെക്കുന്നത്. അങ്ങനെയുണ്ട്, നല്ലൊരു ഐശ്വര്യമല്ലേ. ദോശമാവ് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. നാളെ രാവിലെ നോക്കാം നമുക്ക് എന്താവും. നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്താ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ ഫ്രഷ് പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി പൊക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റിയേട്ടാ, ദോശയല്ല ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ നമ്മൾ. അപ്പോൾ ബാ കാണാം. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കാവേ. രണ്ട് തട്ടം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പ്രാവശ്യം മതി, ഇത്രയും ഇഡ്ഡലി ധാരാളം. ഇഡ്ഡലി വേവാൻ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സാമ്പാറിനുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എന്താ പഞ്ഞി പോലത്തെ ഇഡ്ഡലി. ഇന്ന് പരിപ്പും ഒരു തക്കാളി ഇത് രണ്ടും കൊണ്ട് മാത്രമാണ് ഇന്ന് സാമ്പാർ വെക്കാൻ പോണേ കേട്ടോ. എൻ്റെ പാത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. സാമ്പാറിന് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പരിപ്പിലേക്ക് ഇട്ടു. ഒന്നിച്ചാണ് വേവിക്കുന്നത്. സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്നിച്ച് വേവിക്കും. എല്ലാം കൂടി വിസിലടിച്ചെടുക്കാം. കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സാമ്പാറിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്താണെന്ന് നോക്കാം. ചോറടപ്പത്തുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. സാമ്പാറിൻ്റെ പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കാം. കുറച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുകിട്ട് കൊടുക്കാം. കയ്യിലൊരു ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത് ഓഫ് ചെയ്യാം. ഈ ഒരു പാത്രവും കൂടി നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും ഇട്ട് നമുക്ക് രാവിലത്തെ തിരക്ക് പിടിച്ച ജോലി ഉണ്ടല്ലോ, ആ സമയത്ത് ഇത് നല്ല ഉപകാരപ്പെടും. ഓരോ കുപ്പി എടുത്തെടുത്ത് മുളക് ഇതൊന്നും എടുക്കേണ്ടി വരില്ല. ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാമ്പാർ പൊടി കരിഞ്ഞു പോകും. ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. സാമ്പാർ കഷ്ണം എന്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കി. ഓക്കെ, മിക്സ് വെൽ. പിന്നെ നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച സാമ്പാർ പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ. സാമ്പാർ റെഡിയായി. ഞാൻ ഇംഗ്ലീഷ് സാമ്പാറല്ല, രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. ഇതിലേക്ക് ഇവിടെ കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ല. ഇവിടെ പിള്ളേർ കഷ്ണം കഴിക്കില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി അവർ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ പായോ.